Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു വെജിറ്റേറിയൻ ഡിഷ് തന്നെ ഇന്ന് ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് പ്യുവർ വെജിറ്റേറിയനും കൂടിയാണ്. അപ്പോൾ എത്രയായാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുഡിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടും നമ്മുടെ വരുന്ന ഗസ്റ്റ് നമ്മളോട് പറയുന്ന ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണുള്ളതുകൊണ്ടും അതാണ് നിറവ് അല്ലേ. ആനീസ് കിച്ചണിൽ വരുന്ന ഏതൊരു വ്യക്തിയും എന്നും എൻ്റെ മുന്നിൽ അവർ VIP തന്നെയാണ്. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. വെജിറ്റേറിയൻ റെസിപ്പിയാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെജിറ്റേറിയൻ റെസിപ്പി എന്ന് പറഞ്ഞാൽ കോൺ വെച്ചാൽ ചെയ്യുന്നത്. ഇത് ഏറ്റവും നല്ലതാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത് നല്ല ചൂടുള്ള സാധനവും കൂടിയാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ആ ചോളം. ഇത് ബേബി കോൺ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. സീസൺ ആണെന്നെങ്കിൽ ബേബി കോൺസ് കിട്ടാറുള്ളൂ. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സാധാ കോൺ ഇങ്ങനെ പെറ്റൽസ് ആയിട്ട് എടുത്തേച്ച് അതിൻ്റെ കുരു എടുത്തേച്ച് ഉണ്ടാക്കിയേച്ചാലും മതി. അതല്ല ഫുൾ കോൺ കിട്ടുവാണെങ്കിൽ റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ അതിൻ്റെ നടുക്കത്തെ സ്റ്റെം ഉണ്ടല്ലോ ഇച്ചിരി കട്ടി ആയതുകൊണ്ട് നമുക്ക് തിന്നാൻ നോക്കിയല്ല. അതുകൊണ്ട് അതിനെ എത്രയായാലും ഇങ്ങനെ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് കോൺ വേണം. പിന്നെ വേണ്ടിയത് ഇച്ചിരി അരിപ്പൊടി, കുറച്ച് സവാള, കുറച്ച് മൈദ, ഇത് കുറച്ച് സെസമി ഓയിലാണ്, എള്ളെണ്ണ, പിന്നെ കുറച്ച് നാരങ്ങ നീര്, ക്യാപ്സിക്കം, കുറച്ച് ജീരകപ്പൊടി, ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി, കുറച്ച് കുരുമുളക്, ഉപ്പ്, ഇച്ചിരി പച്ചമുളക്, പിന്നെ കുറച്ച് ടൊമാറ്റോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു മുഴുത്ത ടൊമാറ്റോ അത് മതി. ഇനി ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി എണ്ണയൊന്ന് ചൂടാവാൻ വയ്ക്കുവാണ്. അതായത് കുറച്ച് വറക്കാനുണ്ട്. വറക്കാനുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. അതല്ല നമുക്ക് സെസമി ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, എള്ളെണ്ണ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വറുത്തേച്ചാലും മതി. ചിലർക്കുണ്ടല്ലോ ഈ എള്ളെണ്ണ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയുള്ളവരന്നേൽ ഈ വെജിറ്റബിൾ ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് അറിയാമോ, കുറച്ച് അരിപ്പൊടിയും മൈദയും കൂടെ നമ്മുടെ ഈ എന്നാ പറയുക ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് കുഴയ്ക്കണം. കോണും കൂടെ ചേർത്ത് ഞാനൊരു 6 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി. എത്ര മൈദ എടുക്കുന്നോ അതിൻ്റെ നേർപകുതി. ഇച്ചിരി ഉപ്പ്, ഇച്ചിരി കുരുമുളക്, ഒരു ഇച്ചിരി നാരങ്ങ, ഇതും കൂടെ ഇട്ടേച്ച് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കാം ആദ്യം. ഇത് ഇത്ര ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഒരുപാട് ലൂസല്ല, നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കാൻ നേരം ഉണ്ടാക്കുന്ന ബാറ്ററാണ്. അതായത് നമ്മുടെ ഈ കോണയിൽ ഇത് പിടിക്കണം. ബേബി കോണാ കിട്ടുന്നതെങ്കിൽ ശരിക്കും നമ്മൾ ബജിയൊക്കെ വറുക്കുന്ന കൂട്ട് ഈ ബാറ്ററിൽ അങ്ങോട്ട് മുക്കി വെച്ച് വറുത്തെടുത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് കോൺ കുറേശ്ശെ ഇട്ട് കൊടുക്കും. കുറേശ്ശെ ഇട്ട് കുഴയ്ക്കുന്ന ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിന് ആ കട്ട കെട്ടുവേ. ഓരോ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ബാറ്റർ ഓരോ ടൈപ്പായിട്ട് വരും. ചിലപ്പോൾ ലൂസായിരിക്കും, ചിലപ്പോൾ കട്ടിയായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ പരുവായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇപ്പോൾ ബോൾസ് പോലെ തന്നെ വരികയില്ല, ചിലപ്പോൾ അങ്ങ് പിരിഞ്ഞു പോവും. എന്നാലും കുഴപ്പമില്ല, അതങ്ങനെ അങ്ങ് ചേർത്തേച്ചാൽ മതി. കുഞ്ഞു ബോൾസ് ആക്കി ഇടുന്ന ഏറ്റവും നല്ലത്. കോണിന് പിന്നെ അധികം വേവില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അല്ലെങ്കിലും ഒരുപാട് അങ്ങ് വെന്ത് പോയ ആ ക്രഞ്ചിനെസ് അങ്ങ് മാറും. ഇതിന് ശരിക്കും വറുത്തെടുക്കേണ്ടത് ഒരു ഗോൾഡൻ ഫ്രൈ ആണ്.
ശരിക്കും നമ്മൾ സെഷ്വാൻ സോസിനകത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതല്ല ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ആക്കിയെടുക്കാം. ഇത് ഒന്ന് എന്താ പറയുക, നമുക്ക് കറിക്കകത്തിടണമെന്നുണ്ടെങ്കിൽ കറിയെല്ലാം ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ ഡംപ്ലിങ്സ് വാരി ഉണ്ടാക്കിയിടാം. ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കറിയുടെ പേരെന്താണെന്ന് വെച്ചാൽ പെപ്പർ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. പെപ്പർ ഫ്രൈയും കുറച്ച് നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ ഡ്രൈ ആണ് സ്റ്റാർട്ടർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബട്ടറിൽ ചെയ്യുകയാണെങ്കിൽ ഇത് സോട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കൈവച്ച് അതിനെ ഇങ്ങനെ ഇട്ടത്, അതല്ല നമുക്ക് സ്പൂൺ വെച്ച് ഇടാനാണെങ്കിൽ അതായാലും നല്ലതാണ്. പക്ഷെ ഒരു ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുമ്പോൾ കട്ട്ലേറ്റോളം അല്ല, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഒന്ന് മൊരിയണം, ആ ഒരു ക്രിസ്പിനെസ് വരണം. ഗോൾഡൻ ബ്രൗൺ ആക്കുന്നത് എന്നാന്ന് വെച്ചാൽ അത് പൊടിഞ്ഞു പോകാതിരിക്കാനാണ്, ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളെല്ലാം ഉള്ളി അതെല്ലാമായിട്ട് വൈകിട്ട് വരുമ്പോൾ കുറച്ചൊരു സോഗിയാവും. പക്ഷെ ഇത് ഉണ്ടാക്കിയാൽ ഉടനെ സെർവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളു വരെ ഒന്ന് വേവണം. അതുകൊണ്ട് ഒരുപാട് കട്ടിയാക്കല്ല, ഇച്ചിരി ഒന്ന് ലൂസ് ആവരുതെന്ന് പറഞ്ഞാൽ ലൂസ് ആക്കല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അതങ്ങ് പിരിഞ്ഞു പോവേ. ലൂസ് ആവാണ്ട് ഇടുന്ന ബോള് കുറച്ച് കട്ടിയില്ലാണ്ട് ഇട്ടേച്ചാൽ മതി. ഞാൻ ആ കോൺ മുഴുവൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലൊക്കെ കോൺ ഇങ്ങനെ വറുത്ത് വെച്ചേച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും കോൺ കൈ കിട്ടിയാൽ നല്ല കാലം ആ കറി ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും വറുത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരെണ്ണം കഴിച്ച് നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് എടുക്കാൻ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യും. അപ്പം ഈ പറഞ്ഞ പോലെ വറുത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഒരെണ്ണം കഴിച്ചു. അപ്പോൾ ഇനി എന്നാ വെച്ചാൽ വേഗം അതിനെ കറി ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ കറി ഉണ്ടാക്കാനൊന്നും കിട്ടുകയില്ല. പക്ഷെ ഇത് ഞാൻ എൻ്റെ കാര്യം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പിള്ളേരുള്ള വീടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നെക്സ്റ്റ് ഇനി അടുത്ത് ചെയ്യാനുള്ളത് എന്നാന്ന് വെച്ചാൽ സെസമി ഓയിൽ. അതായത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് വെച്ചാലും മതി. ഇപ്പം നമ്മൾ എള്ളെണ്ണയാണ് ചേർക്കുന്നത്, ഒത്തിരി വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇതിനകത്തോട്ട് കുറച്ച് ഉള്ളി ഇടുക. ഉള്ളിയൊക്കെ ഒരു ഇത്രയും കുഞ്ഞായിട്ട് അരിയണമെന്നൊന്നുമില്ല, ഞാൻ എൻ്റെ സ്പീഡിന് അരിഞ്ഞതേ ഉള്ളൂ. കുറച്ചൊരു ചതുരത്തിൽ അരിഞ്ഞാലും നല്ലതാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടണം. അതിൻ്റെ കൂട്ടത്തിൽ എരിവ് കണക്കാക്കി കുറച്ച് പച്ചമുളക്, ഒരുപാട് വേണ്ട, ഒരു കുറച്ച്. ഉള്ളി അങ്ങ് വഴന്ന് അതിനകത്ത് അങ്ങ് ചേർന്ന് എന്താ പറയുക, ഗ്രേവി പോലെ ആവണമെന്നൊന്നുമില്ല, നല്ലോണം ഒന്ന് വഴന്ന് കിട്ടിയേച്ചാൽ മതി. ആക്ച്വലി ഇതൊരു ഗ്രേവി ഉള്ളൊരു കറിയല്ല, ഒരു ഡ്രൈ ആണ്. ഇതിനകത്തോട്ട് ഒരു നുള്ള് ജീരകപ്പൊടി, അതായത് ജീരകമാണെങ്കിൽ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോഴത്തേന് അങ്ങ് ജീരകം ഇട്ടേച്ചാൽ മതി. അതല്ല ജീരകപ്പൊടി ആണെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റുന്ന നേരം അങ്ങ് ഇട്ടാൽ മതി. ചിലർക്ക് ജീരകപ്പൊടിയും ജീരകവും ഒന്നും ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ ഇടണ്ട. ഇതൊരു ഫ്ലേവറിങ് ഏജന്റ് ആണെന്നേ മാത്രമേ ഉള്ളേ. ചിലരിനകത്ത് ചാട്ട് മസാല ഇടും. നമ്മൾ മലയാളികൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജീരകം പോലും അധികം ഇടാത്തത്, ചാട്ട് മസാല ഒന്നും ഇടാത്തത്. പക്ഷെ ജീരകം ഇടുമ്പോൾ ഒരു ഇച്ചിരി സ്വാദുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. നല്ല ഒരു ഒരു മണവും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് വരും. ഇതിനകത്തോട്ട് കുറച്ച് ക്യാപ്സിക്കം, ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമേ ചെയ്യണേ, കുഞ്ഞു ഫ്ലെയിമേൽ ഇടുകയേ ചെയ്യരുത്. ഉപ്പിട്ടു, ക്യാപ്സിക്കം ഇട്ടു, ഈ പറഞ്ഞ പോലെ പച്ചമുളക് ഇട്ടു, ജീരകം ഇട്ടു. ഇനി ഇതിനകത്ത് വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് കുരുമുളക് കുറയ്ക്കാൻ ഒക്കുകയില്ല എന്നും പറഞ്ഞ് നമ്മുടെ കറി കറുത്തും പോകാൻ പാടില്ല. കുരുമുളകിൻ്റെ ടേസ്റ്റ് വരണോ, അതും വേണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തക്കാളി കുറച്ച് വെള്ളമയം ഉള്ളതുകൊണ്ട് സീഡ് കളഞ്ഞേ ചിടുവാണെങ്കിൽ അത്രയും നല്ലത്.
ഇതും ഈ പറഞ്ഞ പോലെ ഒരു കളർഫുൾ ആവാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളേ. തക്കാളിയൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടേച്ചാൽ മതി. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേന് ഒരു നല്ലൊരു ഒരു കളർഫുള്ളായിട്ട് തോന്നുവേ, അതുകൊണ്ടാണ്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് നാരങ്ങാ നീര്. നമ്മൾ നേരത്തെ കോണിനകത്ത് കുറച്ച് നാരങ്ങാ നീര് ഒഴിച്ചായിരുന്നു, പക്ഷെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഗ്രേവിക്കകത്തോട്ട് ആ മാക്സിമം വെള്ളം മുഴുവൻ അങ്ങ് പിടിക്കണം. എന്നുവെച്ച് ഈ വെള്ളം പോലെ കിടക്കുകയും ചെയ്യരുത്. അതാ പറഞ്ഞത്, എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. ഇതൊരു ഡ്രൈ ഡിഷ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുകയോ അങ്ങനെ എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ ഈ വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ ആ ക്രിസ്പിനെസ് പോവും. അല്ലെങ്കിലും ഇത് ചൂടോടുകൂടി കൊടുക്കാനാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കോൺ, ഇതെല്ലാം ഹൈ ഫ്ലെയിമേലാണ് ചെയ്യാനുള്ള. ഫ്ലെയിം ഒട്ടും കുറച്ചേക്കരുത്. ഇനിയിപ്പോൾ അഥവാ പെപ്പർ ഫ്രൈ അല്ലേ, ഒരു ഇച്ചിരി പെപ്പറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കുറവാന്ന് തോന്നുവാന്നേലും ഇട്ടു. നേരത്തെ ഉള്ളിയേലും ക്യാപ്സിക്കത്തേലും ഒക്കെ പിടിക്കാനായിട്ടും വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മുടെ കോണിലൊക്കെ ഒരു ഇച്ചിരി പെപ്പറൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ്. ഇത് നമ്മുടെ ഈ എള്ളെണ്ണയിൽ ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. ഞാൻ പറയാൻ എന്നാന്ന് വെച്ചാൽ എന്നെ വഴക്ക് പറയാം, അതുകൊണ്ട് ഞാൻ പറയാഞ്ഞേ. ഇച്ചിരി ബട്ടറേൽ ഉണ്ടാക്കുവാണേലുണ്ടല്ലോ എന്നാ ടേസ്റ്റാന്നറിയാവോ. ശരിക്കും നമ്മുടെ ഇതിൻ്റെ ഒരു 100 ഇരട്ടി ടേസ്റ്റ് വരും. ഞാൻ എള്ളെണ്ണയിലോട്ടോ അല്ലെങ്കിൽ സാധാ വെജിറ്റബിൾ ഓയിലോ ഒക്കെ മാറ്റി എന്നാന്നറിയാവോ. എല്ലാവരും ഇപ്പോൾ പറയും എന്നാ ഉണ്ടാക്കിയാലും കുറേ ഫാറ്റ് കൂടിയ സാധനങ്ങളെ ചെയ്യത്തുള്ളതെന്ന്. ആ ഒരു വഴക്കും കൂടെ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കുറച്ച് നമ്മൾ എപ്പോഴും ചെയ്യുന്ന വെജിറ്റബിൾ ഓയിൽ വേണ്ട, എള്ളെണ്ണ ഏറ്റവും നല്ലതാ അങ്ങനെ ചെയ്തേ. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. നമ്മുടെ കോൺ ഇവിടെ റെഡിയാണ്. ഈ പറഞ്ഞ പോലെ ഇച്ചിരി പെപ്പർ ഇട്ട് എടുത്തു കഴിഞ്ഞാലും ഈ കോണിന് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഒരു ഡ്രൈ ഒരു ഡിഷ് ആയതുകൊണ്ട് ചുമ്മാ കഴിക്കാമെന്നാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ ചപ്പാത്തി കരുതി. ഇനിയിപ്പോൾ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കരുതിയത്. ഇതെല്ലാം ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വരുന്ന സ്പെഷ്യൽ ഗസ്റ്റിനെ കുറിച്ചാണ്. ഈ ഗസ്റ്റിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, ഒരു മലയാളികൾക്ക് പോലും മറക്കാൻ പറ്റത്തില്ല. ഈ ആരാന്നല്ലേ നിങ്ങളുടെയൊക്കെ ഇത്രയും വലിയ, ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഈ സ്പെഷ്യൽ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ആ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് തന്നെ നമുക്ക് തോന്നും. അതായത് ഇന്ന് വരാൻ പോകുന്നത് വിനു മോഹനാണ്. നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വിനുവിനെ ക്ഷണിക്കാം. വിനു, വിനുവിനോട് വർത്താനം പറയുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാ മലയാളികളും, ഈ എൻ്റെ ജനറേഷൻ കഴിഞ്ഞിട്ട് വന്ന കുട്ടികളുണ്ട്, നിങ്ങളുടെ ജനറേഷനിലെ പിള്ളേരുണ്ട്, വിനു കഴിഞ്ഞിട്ട് വന്ന ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. ഇന്ന് മലയാളികൾ എല്ലാവരും ഏറ്റവും കൂടുതൽ നമസ്തേ പറയുന്ന ഒരാളുണ്ട്. അറിയോ ആരാന്ന്? വീട്ടിലാണെങ്കിൽ വേറെ ആരാ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അതൊരു അപ്പൂപ്പനല്ലേ. ഞങ്ങളുടെയൊക്കെ എന്താ പറയാ ഗുരു. പറയാൻ വാക്കുകളില്ല മോനെ. ശരിക്കും അദ്ദേഹത്തിന് വലിയൊരു നമസ്തേ പറയണം. അദ്ദേഹത്തോട് പറയാൻ പറ്റിയില്ലെങ്കിലും ചെറുമോനോട് പറയാം. ചെറുമോൻ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാരോട് ചോദിക്കട്ടെ, അമ്മാവന് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് സുഖാണോ? എന്നാ ഉണ്ട് വിശേഷം? അമ്മ സുഖമായിട്ടിരിക്കുന്നു, വീട്ടിലുണ്ട്. അനിയൻ എന്നാ പറയുന്നു? അനു സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സുഖം, വിശേഷമൊന്നുമില്ല? ഇല്ല, സുഖമായിട്ടിരിക്കുന്നു എല്ലാരും. ഓക്കെ. ഇനി അപ്പൂപ്പനെ തുടങ്ങിയിട്ട് ഇങ്ങ് വരുമ്പോഴേ എല്ലാരും ഭയങ്കര അഭിനയത്തിൽ പുലികളാണ് അല്ലേ? അപ്പൂപ്പനും മാമനും അമ്മയൊക്കെ പുലികളാണെന്ന് പറയാം. പുലികളാണ് അല്ലെന്നല്ല, ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മറുവാക്കില്ല. ആദ്യമായിട്ടാണ് മുണ്ട് കൊടുക്കുന്നത്? അല്ലല്ല, മുണ്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പണ്ട് തൊട്ട് എനിക്ക് കൂടുതലും മുണ്ട് ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും ആദ്യത്തെ സിനിമയിൽ ഫുള്ളും മുണ്ടേ എടുത്തിട്ടുള്ളൂ. എനിക്ക് അതിലൊരു ഷർട്ടിടും ഭയങ്കര ആഗ്രഹമാണ്. ആ തുടക്കത്തിൽ ദൈവത്തോട് ചോദിച്ചത് ആ സിനിമയിൽ ആകപ്പാട് ആദ്യത്തെ 2-3 സീൻസിൽ മാത്രമാണ് പാന്റും ഷർട്ടും, ബാക്കിയുള്ള എല്ലാം മുണ്ടും തോർത്തുണ്ട്. വരുന്ന ഇടയ്ക്കല്ലേ ശാന്തിയായ പിന്നെ ഇല്ല, ഷർട്ട് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ശരിക്കും ലോയി സാറുമായിട്ട് വർക്ക് ചെയ്തപ്പോ എന്നാ മുന്നൊരു അഫ്കോഴ്സ് നമുക്ക് ആ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാവരും കല ഉള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും ആസ് എ ന്യൂ കമർ ഇല്ല ചേച്ചി, ലോയി സാറിന്റെ കൂടെ ഒരു അത് ഏതൊരാക്കും ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം സാറിനില്ല എന്നുള്ളതാണ്. കാരണം അത് എൻ്റെ ജനറേഷൻ അല്ല, എനിക്ക് തൊട്ട് മുമ്പ് സിനിമയിൽ വന്ന ആൾക്കാരും ഞാൻ കഴിഞ്ഞിട്ട് വന്നവർക്കും ഉള്ളൊരു നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ല, എല്ലാവർക്കും. ഇവൻ ഇപ്പം അച്ഛൻ അമ്മ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ
സത്യം. അത് എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ കാര്യം, ഞാൻ ഈ ഒരു ഫാമിലി എന്നുള്ളതൊന്നും ഈ സിനിമയായിട്ടൊരു വന്നതിൽ സത്യം പറഞ്ഞ ഒരു കാരണമല്ല. കാരണം ലോസാനെ ഞാൻ ചക്രമുഖത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ള. ആദ്യം കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, അതിനുശേഷം ഞാൻ കാണുന്നത് അപ്പോഴാണ്. അത് എൻ്റെ ചെമ്പട്ടെന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ടാണ് സാർ ഫസ്റ്റ് എന്നെ വിളിക്കുന്നത്. പക്ഷെ ആ പടം ഡ്രോപ്പായി. അത് കഴിഞ്ഞിട്ടാണ് നിവേദ്യം വരുന്നത്. അപ്പം എന്നോടൊന്ന് കാണാൻ പറഞ്ഞിട്ടാണ് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് അതുവരെ എനിക്കിങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹം ഭയങ്കരമായിട്ട് കുട്ടിക്കാലം മുതലേ ഉണ്ട്. കുട്ടിക്കാലം മുതൽ ആക്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞാൻ സിനിമയിൽ വരുന്ന സമയം ഞാൻ ഒട്ടും ആഗ്രഹിച്ച സമയമല്ല. കാരണം കുറച്ച് കഴിയട്ടെ, കുറേ ഇങ്ങനെ ആലോചിച്ച് ഒന്നും അല്ല വേണ്ട, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെയൊക്കെ സിനിമ നോക്കാം എന്നുള്ളൊരു സമയത്താണ് എനിക്ക് സിനിമയിലേക്ക് പെട്ടെന്നൊരു ചാട്ടം വന്നത്. അപ്പോൾ സാറിനെ കണ്ട് സാറിനോട് ഞാൻ ഫസ്റ്റ് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്, അതിന് മുമ്പ് സാറിനെ പറ്റിയുള്ളൊരു ഔട്ട്ലൈൻ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് സാറ് ഈ ലുക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും, സാറിൻ്റെ കഥാപാത്രമായിട്ട് ഭയങ്കരമായിട്ട് മെർജ് ആവുന്ന ആൾക്കാരെ പെട്ടെന്ന് സാറ് സെലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സിനിമ നിവേദ്യം എന്നാണ്, നാടൻ കഥ, ഒരു വളരെ ഗ്രാമീണ കഥയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ മുണ്ടൊക്കെ കൊടുത്ത്, മുണ്ടുടുക ഇഷ്ടമാണ്, ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജുബയൊക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെന്നെ. കാരണം ഫസ്റ്റ് എന്നെ കാണുന്നത് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ്. അപ്പം പറഞ്ഞ് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഞാൻ അന്ന് ഒറ്റപ്പാലത്തെ പോയത്. അപ്പം ജസ്റ്റ് ഗുരുവായൂർ തൃശ്ശൂർ വഴിയല്ല, അപ്പം അമ്പലത്തിലൊന്ന് കയറിയിട്ട് അങ്ങനെ പോവാം. അങ്ങനെ അവിടെ ചെന്ന് സാറ് ഉറങ്ങുമായിരുന്നു. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് സാർ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ സാർ ആദ്യം കാണുന്നതും എൻ്റെ ഫോട്ടോസ് കണ്ടൊക്കെ ഞാൻ മറ്റേ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടുള്ള ഫോട്ടോസ്. അപ്പം സാർ പറഞ്ഞു, നീ കരുതിക്കുട്ടി തന്നെ ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചു. അല്ല ഒന്നുമില്ല, മൊത്തത്തിൽ കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഫസ്റ്റ് സാറിനോട് പറഞ്ഞതായിരുന്നു. അതിനുശേഷം സാറിൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാ കാര്യം, കാരണം എനിക്കൊന്ന് ആ നിവേദ്യം എന്ന് പറഞ്ഞ സിനിമയുടെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു സിനിമ. കാരണം പുതിയ ഒരാളെ സംബന്ധിച്ച് ഞാൻ വേറെ ഏതിൽ തുടങ്ങിയാലും ചേച്ചി ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല, പക്ഷെ ചിലപ്പോൾ ഞാൻ അതിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. ഡബ്ബിങ്ങും കാര്യങ്ങളും എനിക്ക് അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ പടത്തിൻ്റെ തുടക്കം മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയം മുതൽ ഈ സിനിമയുടെ സ്റ്റിൽ ക്ലൈമാക്സ്, അതായത് ഇതിൻ്റെ റീല് ചെന്നൈയിൽ പ്രിന്റ് കഴിഞ്ഞ് ട്രിവാൻഡ്രം ലാബിലേക്ക് ഒരു ഫസ്റ്റ് കോപ്പി കൊണ്ടുവരുന്നതും ഞാനാണ്. കാരണം ഞാൻ ട്രിവാൻഡ്രത്തേക്കാണ് വന്നത്, ബാക്കി എല്ലാവരും എറണാകുളത്തേക്കാണ് പോയത്, സാറും എല്ലാവരും. അപ്പോൾ എന്നോട് ചോദിച്ചു, വിനുവിൻ്റെ ലഗേജിൽ ഇതും കൂടെ കൊണ്ടുപോകും, അവരവിടെ നിന്ന് പിക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ സിനിമയുടെ റീലും സത്യം പറഞ്ഞാൽ മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ഭാഗ്യമായിരുന്നു ആ സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ സാറിനൂടെ വർക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായും ചേച്ചി. അപ്പോൾ റിലീസ് ഡേറ്റ് എന്തായിരുന്നു? റിലീസ് സമയത്ത് ആ ദിവസം റിലീസ് ഓണത്തിനാണ് റിലീസ് ചെയ്തത്. ഞാൻ നാട്ടിലായിരുന്നു, കരുനാഗപ്പള്ളിലായിരുന്നു, അച്ഛൻ്റെ വീട്ടിലായിരുന്നു. ഫസ്റ്റ് ഷോ കണ്ടില്ല, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ ആയണ്ട. കാരണം അന്ന് ഓണം ആയതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അപ്പം അവിടെ ഇരുന്നിപ്പോൾ സാറ് ഫസ്റ്റ് വിളിച്ചു. ഫസ്റ്റ് ഷോ കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് ലോവ് സാറിൻ്റെ കോളാണ് വരുന്നത്. എന്തായി എന്ന് ചോദിച്ചു, അറിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാർ, ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ. അപ്പോൾ സാറിന് പേടിക്കാനൊന്നുമില്ല, പടം നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പം ശരി, അപ്പം ഭയങ്കര സന്തോഷമായി. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഷോ കാണുന്നത് സെക്കൻഡ് ഷോ ആണ്. സെക്കൻഡ് ഷോ വീട്ടിലെല്ലാവരും ഉണ്ട്, വീട്ടിൽ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്, പിന്നെ ഓൾമോസ്റ്റ് കടയിലെ സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട് അവിടുത്തെ നാട്ടിലെ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു തിയേറ്ററിന്റെ ബാക്കിലെ 2 റോ ബാൽക്കണി അല്ല, അവിടെ ഈ TNP എന്ന് പറഞ്ഞ തിയേറ്റർ നാട്ടിൽ കണ്ട, അവിടെ ബാൽക്കണി ഇല്ല, റിസർവേഷൻ അങ്ങനത്തെ തിയേറ്റർ. ഇപ്പം അത് മാറി, അന്നത്തെ സമയത്ത് അതായിരുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് 2 റോ ഏറ്റവും ബാക്കിലെ 2 റോ മൊത്തം നമ്മുടെ വീട്ടിലെ ആൾക്കാരും, അതിന്റെ നടുക്ക് ഞാനും. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ സിനിമ കണ്ടില്ല, ഞാൻ എല്ലാവരുടെയും ഫേസ് ആണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, 2 സൈഡിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത്. അതായിരുന്നു എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് സിനിമ. ആദ്യ സിനിമ പിന്നെ ഒന്നാമത്തെ കാര്യം സാറിന്റെ കൂടെ തുടങ്ങിയോണ്ടാവും ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. കാരണം പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അതിനൊരു ഡെഡിക്കേഷനോടെ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട്, കാരണം ഒന്നാമത്തെ കാര്യം ചോദിച്ചാൽ എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. ഈവൻ നിവേദ്യം തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ഇപ്പം അപ്പൂപ്പൻ, അമ്മാവൻ, അച്ഛൻ, അമ്മ, ഇങ്ങനെ എല്ലാവരുടെയും അവരുടെ ചെയ്ത മേഖലയിൽ അവര് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു ഫാമിലിയിൽ നിന്ന് ഞാൻ വന്നിട്ട് ഇവൻ എന്തോ കാണിച്ചു വെച്ചതെന്ന് നാട്ടുകാർ ചോദിക്കും എന്നുള്ള പേടി എനിക്ക് ഭയങ്കരമായിട്ട്. കാരണം ഒന്നാമത്തെ കാര്യം എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല, ഞാൻ ആദ്യം അഭിനയിക്കുവാണ്. അപ്പം എനിക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യത്തെ ദിവസത്തും എനിക്ക് തോന്നുന്നു 10-20 ടേക്കിന് മുകളിൽ പോയിട്ടുണ്ട്. ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് ഷോട്ട് ആ സിനിമയിൽ ഇപ്പോഴും ആ സിനിമ കണ്ടാൽ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മേളിലൊരു പെൺകുട്ടി വയ്ക്കുമ്പോൾ കൊള്ളാലോ കൈതപ്പുറം സാർ നല്ല സ്ഥലത്തേക്ക് അയച്ചെന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ആ ഷോട്ട് കണ്ടാ അറിയാം ഫുള്ള് ഞാൻ വേർത്ത് കുളിച്ചിരിക്കുന്നത്. കാരണം ആ ഷോട്ടാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ദിവസം എടുത്തത്. അപ്പം അതൊരു
കുറേ 10-20 ടേക്കിന് മുകളിലൊക്കെ പോയി. അവസാനം ബ്രേക്ക് പറഞ്ഞു സാറ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ബ്രേക്ക് കഴിഞ്ഞാലും ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് എനിക്കൊരു ഉറപ്പാണ് മനസ്സിൽ. അപ്പോൾ ഞാൻ എന്ത് പറയും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ ടെൻഷനായി. ഇന്നത്തെ ദിവസത്തോടെ സിനിമ എന്ന് പറയുന്നത് ഞാൻ മടക്കി കെട്ടി പൂട്ടി വെച്ചു എന്നുള്ള മൈൻഡ് സെറ്റിൽ. പിന്നെ എന്തായാലും എനിക്കറിയാം ഉച്ചയ്ക്ക് ശേഷം പോയാൽ, കാരണം സിനിമയെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്, കാരണം അമ്മയുടെ കൂടെ ഒക്കെ പോയി പരിചയം ഉണ്ടായതുകൊണ്ട് ഇപ്പം ഷൂട്ട് വെറുതെ നീട്ടിക്കൊണ്ടുപോയി അത് എക്സ്പെൻസ് നഷ്ടമാണ്, കാര്യങ്ങൾ ഫിലിം നഷ്ടമാണ്, ഇതൊക്കെ എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് പറ്റുന്നില്ല ചെയ്യാൻ, നാളെ ചെയ്താൽ മതിയോ എന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ മനസ്സിൽ പ്രിപ്പയർ ചെയ്തു. ഓക്കെ ഇന്ന് സാർ എന്നെ മാറ്റും, വേറെ ആൾക്കാരെ ഞാൻ ഉറപ്പ് അങ്ങനെ വിചാരിച്ചു, കാരണം അഭിനയിക്കില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ സാർ എന്നോട് പറഞ്ഞ വാചകം, ഇത് നീ നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്ക് ബ്രേക്കിന് മുമ്പ് പാക്കപ്പ് ചെയ്യാറുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സാറ് പാക്കപ്പ് പറഞ്ഞു. ഓക്കെ അപ്പോൾ നാളെ നമുക്ക് അടിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സാറ് പോയി. ഭയങ്കര കൂളായിരുന്നു. ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി. ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ ആദ്യമല്ലേ അഭിനയിക്കുന്നത്, ഞാൻ കുറെ പടമൊന്നും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ഞാനൊന്നും കുഴപ്പമില്ല നാളെ. എന്നിട്ട് വൈകുന്നേരം വന്നപ്പോൾ എല്ലാവരും ഭയങ്കര എന്നെ കുറച്ചും കൂടെ എല്ലാവരും ചിരിയും കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. എന്നിട്ട് സാർ പറഞ്ഞു നമുക്ക് പിറ്റേ ദിവസം ഒരു കാര്യം ചെയ്യാം, പാട്ട് സ്റ്റാർട്ട് ചെയ്യാം, പാട്ട് പഠിക്കുന്നീ ആ ചിറ്റാറ്റിൻകാവ് എന്ന് പറയുന്ന പാട്ടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് എടുക്കാം. 3-ാമത്തെ ദിവസം എടുത്തു. 2-ാമത്തെ ദിവസം ജസ്റ്റ് ഷൂട്ട് ലൈറ്റായിട്ടൊക്കെ പോയി. 3-ാമത്തെ ദിവസം പാട്ട് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ഞാൻ എപ്പോഴും അപ്പം അന്ന് സാറിനോട് സാറേ എനിക്ക് ഉള്ള ടെൻഷൻ മനസ്സിൽ, എന്താ നിന്റെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. മനസ്സിൽ ഞാൻ പറഞ്ഞു എൻ്റെ ടെൻഷൻ ഇതാണ്, ഈ അപ്പൂപ്പൻ ചെയ്തു വെച്ചേക്കുന്നത് എല്ലാവരും ചെയ്തു വെച്ചേക്കുന്നത് കമ്പാരിസൺ എനിക്ക് ഒരുപാട് വരും. ആ പേടി എനിക്കുണ്ട്. കാരണം ഞാൻ അഭിനയിക്കുന്നു എന്ന് കേട്ടപ്പോൾ തൊട്ട് എന്നെ അറിയാവുന്ന എല്ലാവരും പറഞ്ഞു നിനക്ക് അഭിനയിക്കാൻ എന്താ പാട്, ഇത്രയും ഫാമിലി അല്ലേ, എന്ത് പ്രശ്നം എന്ന് ചോദിക്കുന്നതും എനിക്ക് ഓരോ ടെൻഷനാണ്. അപ്പൊ ഇപ്പൊ ഞാനൊരു ടെൻഷൻ കൂടെ തരാം. ഈ ഞാൻ ഉൾപ്പെടെ എന്നെ പ്രേക്ഷകർ ഉൾപ്പെടെ ഇത് തന്നെ ചോദിക്കുള്ളൂ. അത് ഭയങ്കര ടെൻഷനാണ്. ചെറിയ ടെൻഷനില്ല, കാരണം അവരുടെ എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്. അപ്പം അതൊക്കെ ചെയ്ത് എനിക്ക് ഇപ്പോഴും എനിക്ക് അഭിനയിക്കുമ്പോൾ എൻ്റെ ടെൻഷൻ അത് എങ്ങാനും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി അപ്പം പറയും അവരുടെ പേര് കളയല്ലേ എന്ന് പറയും. അപ്പൊ ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ലോസാട്ടോ മാറ്റുന്നത്. ഇതൊക്കെ നീ മാറ്റി വെച്ച് നീ ആയിട്ട് ചെയ്യും, നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക, മനസ്സിൽ നീ ഇതിനെ ടെൻഷൻ അടിക്കുന്നത് കൂളാക്കി തന്നെ സാറാണ്. അതേ പോലെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. സാറിനെ കുറിച്ച് ഏതൊരാളെയും മോൾഡ് ചെയ്ത് ആ ക്യാരക്ടറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് എങ്ങനെ നമ്മൾ അതിലേക്ക് ഇറങ്ങണം എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. വിനുവിനൊരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, അതന്നെ ഗ്യാപ്പ് ചേച്ചി അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയും വന്നില്ല. ആ ഒരു എനിക്കൊന്ന് അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം ആയത്. ആ ഒരു സമയത്ത് കുറച്ച് ഗ്യാപ്പ് അതിന് അച്ഛൻ മരിച്ച സമയത്ത് പെട്ടെന്നായിരുന്നു അച്ഛൻ്റെ മരണമൊക്കെ. അപ്പോൾ അതൊരു വലിയ ഷോക്കായിരുന്നു. കാരണം ഒന്നാമത് എനിക്കൊരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാത്ത ഒരാളാണ്. ഒരു കാര്യം ഞാൻ നോക്കിയിട്ടില്ല. അത്രയും ഫ്രീ ബേർഡായിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ ആകെ ഒരു ബ്ലാങ്ക് ഔട്ടായി. ഞാൻ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഔട്ടായി പോയി. അപ്പോൾ ഒരു ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എന്ത് ചെയ്യണം എങ്ങനെ എന്താണെന്നും ഐഡിയയില്ല. അതിൽ നിന്ന് പതുക്കെ സെറ്റായി വരാൻ കുറച്ച് ടൈം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെല്ലാവരും കല്യാണം കഴിക്കണം എന്ന് വേണ്ടി അങ്ങനെ കല്യാണമായി. പിന്നെ നന്നായി തടിച്ചു. നല്ല ഫുഡിയാണ് ഞാൻ. അപ്പോൾ നന്നായി തടിച്ചു. പിന്നെ ആ രൂപത്തിൽ പോയി എനിക്ക് സിനിമ ചെയ്ത് ആൾക്കാരുടെ എന്തിനാണ് വെറുതെ, കാരണം അവർ ഇഷ്ടപ്പെടുന്ന രൂപം ഉണ്ടാവും, നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറിൽ ഞാൻ ഈ തടിച്ച രൂപം കൊണ്ട് ചെയ്യാൻ എനിക്ക് ഒട്ടും മനസ്സനുവദിച്ചിട്ടില്ല. അങ്ങനെ പതുക്കെ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു ഞാൻ ബിസിയാണ്, ഞാൻ ഈ ഷൂട്ടിലാണ്. കുറേ പേരൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ റെസ്റ്റ് എന്ന് പറഞ്ഞ് പടം ചെയ്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഞാൻ തന്നെ മാറി നിന്നു. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു നീ അഭിനയിക്കുന്നില്ലെന്ന് എന്നോട് ചോദിച്ച കുറേ പേരുണ്ട്. പിന്നെ നമ്മൾ എനിക്ക് എൻ്റെ രൂപം ഒന്നും മാറി കിട്ടാതെ ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് സിനിമ. അങ്ങനെയാണ് പിന്നെ നീന ലാൽ ജോസേട്ടൻ്റെ പിന്നെ കുറച്ച് ഗ്യാപ്പ് അത്യാവശ്യം തടിയൊക്കെ കുറഞ്ഞെന്ന് എനിക്കൊരു കോൺഫിഡൻ്റ് ആയ സമയത്താണ് നീന എന്ന് പറഞ്ഞ മൂവി. അതിൽ ഗസ്റ്റ് റോളാണ് സണ്ണിച്ച എന്ന് പറഞ്ഞൊരു അത് നല്ല രസമുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് അത് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡയറ്റ് ആണോ ഈ വണ്ണം? എങ്ങനെ കുറച്ച് ഇപ്പൊ നല്ല മെലിഞ്ഞിരിക്കുവാന്ന്. ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? നല്ല കുറഞ്ഞു. അത് ഡയറ്റ് ഫ്രൂട്ട് ചുമ്മാ ചോദിക്കാലോ. എനിക്കിങ്ങനെ പലരും വരുമ്പോഴും ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെ മെലിഞ്ഞത്. എനിക്കത് ചുമ്മാ കേൾക്കാൻ വേണ്ടി മാത്രമാണ്. ഫുഡ് കഴിക്കുന്നുണ്ട് ചേച്ചി. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും. പിന്നെ അങ്ങനെ പറയരുത്. ഞങ്ങളുടെ അടുത്ത് ഒരു റൊട്ടീൻ പോലെ പറയണം. നല്ല ഞങ്ങൾക്കും കൂടെ നന്നാവണം. ഞാൻ അങ്ങനെ ഭയങ്കര റൊട്ടീനും ഒരുപാട് ഡയറ്റ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാറൊന്നുമില്ല. പിന്നെ എന്നെ ഈ പിടിച്ച് ഡയറ്റ് ഫോളോ ചെയ്യിപ്പിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. കാരണം അവള് പൊന്നു ഇങ്ങനെ കറക്റ്റായിട്ട് അത് ചെയ്യണം. എനിക്ക് അങ്ങനല്ല, എനിക്ക് വണ്ണം കുറച്ചുകൂടി ഇതാണ്ടോ വണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കെന്നറിയോ എല്ലാം ടൈറ്റ് ഡ്രസ്സ് എടുത്ത് തരുള്ളൂ. കാരണം അത് അതിനകത്ത് നിൽക്കണം. വണ്ണം വെച്ചാൽ അത് പിന്നെ ഒരുമാതിരി ഇരിക്കുമ്പോൾ നമുക്ക് ഡിസ്കംഫർട്ട് ആവും. അപ്പം പോട്ടെ ഷർട്ട് ഉണ്ട് കുറയ്ക്കാന്ന്. ഇല്ല, യൂഷ്വലി ഞാൻ ഫോളോ ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും. എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും. പിന്നെ കുറച്ച് നാൾ ഇപ്പം എടുക്കുന്നില്ല. ഇടയ്ക്ക് ഒരു ടൈം ഒരു ജ്യൂസസ് മാത്രം കഴിക്കും. ഒരു 5 to 7 ജ്യൂസ് മാത്രം. വെള്ളം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ വെള്ളം ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കും. അതേപോലെ ജ്യൂസസ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ.
നമ്മളിപ്പം എന്ത് ഡിന്നർ ഇല്ല ഒന്നുമില്ല, എന്ത് ജ്യൂസും കഴിക്കാം. ഒരു 5 to 7 ജ്യൂസസ്. എക്സസൈസ് ചെയ്യുമായിരുന്നു? എക്സസൈസ് വിത്തൗട്ട് എക്സസൈസ് ഞാൻ പറഞ്ഞു. അത് കൊള്ളാട്ടോ, അതാണല്ലോ ഞങ്ങൾക്കൊക്കെ ആവശ്യം. അപ്പം ഈ നമുക്ക് ഫുഡ് ടെംപ്ടേഷൻ ബ്രേക്ക്ഫാസ്റ്റ് തീർക്കുകയും ചെയ്യാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് എന്ത് കഴിക്കാമല്ലോ. അപ്പം ശരിക്കും നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ ചോറ് കാണുമ്പോഴത്തേക്കൊക്കെ അല്ല, ചോറാണെങ്കിൽ ഞാൻ ചിലപ്പോൾ രാവിലെ ചോറ് കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചോറ് കഴിക്കും. ആ പരിപാടിയും കൊള്ളാട്ടോ. അല്ല എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കഴിക്കില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് റൈസ് കഴിക്കണം അല്ലെങ്കിൽ ഞാൻ രാവിലെ ചോറുണ്ണു. ഫസ്റ്റ് ഫുഡ് അപ്പം അത് എനിക്കൊരു ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള പറഞ്ഞു തന്നെ ഡയറ്റീഷ്യൻ, അവരൊരു ആയുർവേദ ചെയ്താണ്. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യം, ബേസിക്കലി നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ദഹിക്കും. നമ്മൾ രാവിലെ കഴിച്ചു, അത് പകുതി ഡൈജഷൻ ആകുമ്പോഴാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡായിരിക്കും ഡൈജഷൻ ആവുക. അതിന് പകരം ജ്യൂസ് ആയിട്ട് തന്നെ കഴിക്കുമ്പോൾ അത് ഇല്ല. പിന്നെ ഇടയ്ക്ക് വർക്ക്ഔട്ട് ചെയ്താൽ പെട്ടെന്ന് പറയും റിസൾട്ട് പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന്. ഈ പുള്ളിക്കാരത്തി ഒന്ന് പേഴ്സണലായിട്ട് കാണണം. പക്ഷെ മേലെണ്ണങ്ങാന്ന് വെച്ചാൽ മെലിയാൻ പറയുന്ന ഏക ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ തോന്നുന്നു. പക്ഷെ നല്ല കാര്യമായിട്ടല്ലേ ഈ പറഞ്ഞത്, 10 hours അല്ലേ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ജ്യൂസ് ഫ്രഷ് ജ്യൂസസ് ആണ് വിത്തൗട്ട് ഷുഗർ. അതെ, വിത്തൗട്ട് ഷുഗർ. ഷുഗർ ഇട്ടാലും കഴിക്കാൻ ചെയ്യും, ഓവർ ഷുഗർ ആവില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഷുഗറും ആഡ് ചെയ്യാം, കാരണം നമ്മൾ വേറൊന്നും കഴിക്കുന്നില്ലല്ലോ. നമ്മൾ ഫസ്റ്റും പിന്നെ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയെ നോക്കുള്ളൂ. നല്ല വലിയ ആവേശം മൂത്ത് 3 ദിവസം നമ്മൾ പിടിക്കും, അന്നേച്ച് പിന്നെ ആണ് പാട്. എന്റെയും പ്രശ്നം സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ്. തുടക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊക്കോളും. നമ്മൾ ട്രാക്കിൽ വീണാൽ ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ഈ ഒരു ഗ്യാപ്പിന് ശേഷം വിനു വരുമ്പോ എനിക്കൊന്ന് പുലിമുരുകനാന്ന് തോന്നുന്നു അല്ലേ വന്ന? ഞാൻ നീന ചെയ്തു, അത് കഴിഞ്ഞിട്ട് പുലിമുരുകൻ ചെയ്തു, പിന്നെ ജോമോന്റെ സുവിശേഷങ്ങൾ ചെയ്തു, പിന്നെ ജനാധിപൻ എന്ന് പറഞ്ഞ മൂവി ചെയ്തു, പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇട്ടിമാണി. അപ്പൊ ഇനി കണ്ടിന്യൂ ആയിട്ട് ഫുൾ ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് ഒരു പക്കാ നാടൻ പ്രേമം എന്ന് പറഞ്ഞിട്ട് മൂവി, അത് റിലീസ് വരുന്നുണ്ട്. അടുത്ത് ഇനിയിപ്പോൾ ഒക്ടോബറിൽ. പുലിമുരുകന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മുടെ മലയാളത്തിൽ ഒരു ക്വൈറ്റ് ഡിഫറെന്റ് ആയിട്ട് വന്ന ഒരു മൂവിയാ. അതിനകത്ത് വന്നതിന്റെ ഒരു പുലിമുരുകൻ ശരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ കൂടെ ഓൾമോസ്റ്റ് 1 വർഷത്തോളം നിന്നൊരു സിനിമ. കാരണം അത്രയും ഒരു ലോങ് ടൈം ഷൂട്ട് കണ്ടിന്യൂസ് പോയിരിക്കുന്ന ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഇതുവരെ ഭയങ്കര സോഫ്റ്റ് ആണ് ബേസിക്കലി എല്ലാരും മലയാളികൾ അങ്ങനെയാ വെച്ചേക്കുന്നത്. ഇട്ടിമണിയിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, കുറച്ച് റഫാണ്. അപ്പൊ അറിയാം, അതും അറിയാം. ഇതില് ശരിക്കും പുലിമുരുകനെ സംബന്ധിച്ച് എനിക്കൊന്ന് ഇത്രയും ഒരു ലോങ് ടൈം പീരീഡ് ഷൂട്ട് അടുപ്പിച്ച് പോയിക്കൊണ്ടിരുന്നത് പുലിമുരുകൻ മാത്രമേ ഉള്ളൂ. വേറൊരു സിനിമ അത്രയും വന്നിട്ടുണ്ടാവില്ല. ഇതിന്റെ ആ കാട്ടിനകത്തായിരുന്നു ഏകദേശം ഒരു 100-150 ദിവസത്തോളം കാട്ടിനകത്തായിരുന്നു. എല്ലാം കൂടി 200 ദിവസവും ഷൂട്ട് ഉണ്ടായിരുന്ന സിനിമയാണ്. അപ്പോൾ ഈ 150 ദിവസവും ഞങ്ങൾ കാട്ടിൽ രാവിലെ കയറും, ഷൂട്ട് ചെയ്യും, വൈകുന്നേരം ഒരുമിച്ചിറങ്ങും. ഈ ക്രൂ മാത്രമേ ഉള്ളൂ, അവിടെ ഫോണ് കിട്ടില്ല, റേഞ്ച് കിട്ടില്ല. അപ്പോൾ എല്ലാവരും, ഇപ്പോൾ ലാലേട്ടനായാലും എല്ലാവരും, സിദ്ദിഖ് ലാലേട്ടൻ ഉണ്ടാവും, അല്ലെങ്കിൽ ബാലയുണ്ട്, ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഈ ഒരുമിച്ച് ആ ഒരു കൂടുതൽ സെറ്റ് ടൈം നടത്തി. അത് ഭയങ്കര ഒരു അപ്പം അന്ന് ലാലേട്ടൻ പറയുന്നത് പണ്ടത്തെ കാലത്ത് സിനിമ ഷൂട്ട് പോലെ ആയിപ്പോയി. കാരണം സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ, കാരണം ആ സ്ഥലത്ത് അങ്ങനെ പറ്റുള്ളൂ, ഒരുപാട് ക്രൂ പറ്റില്ല. പിന്നെ ഈ മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട്, പ്രത്യേകിച്ച് ആന ഇറങ്ങുന്ന സ്ഥലമാകുമ്പോൾ എല്ലാ വണ്ടികളും ഒരുമിച്ചേ പോകുള്ളൂ. അപ്പോൾ ആ ഒരു റിസ്ക് ഫാക്ടർ ഭയങ്കരമായിരുന്നു അവിടെ. ഭയങ്കര രസമായിരുന്നു. ആദ്യത്തെ ഒരു 2-3 മാസം ഭയങ്കര രസമായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും കാട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയായി പോയി. കാരണം കാട്ടിലല്ലേ നമ്മൾ ഈ മലയും ഈ പുഴയും. ലാസ്റ്റ് ആയപ്പോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും പെട്ടെന്ന് അവിടുന്ന് തീർക്കണം എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോ എൻ്റെ കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് രസമോ, നിങ്ങൾ ഇവിടെ അല്ലേ ഷൂട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു നല്ലതായി. ഒരു ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാരണം ഫോണില്ല, പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. തമ്മി പഴയ കഥകളും ഒരുപാട് കഥകൾ, അവരുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ ഭയങ്കര. ഈ സമയത്തായിരിക്കും ലാലേട്ടൻ്റെ കുറെ കഥകൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ ഷൂട്ടും ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു അല്ലെ നിങ്ങളുമായിട്ടൊക്കെ ഒത്തിരി ഒരുപാട്. കാരണം വേറെ നമുക്ക് ഇപ്പൊ ലാലേട്ടനായാലും വേറെ ആൾക്കാർ കാണാനായാലും കാരണം ഇപ്പൊ ഇട്ടിമണിയുടെ സെറ്റിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഫാൻസിലെ ആൾക്കാർ തന്നെ ഉണ്ടാവും, അതല്ലാതെ വരുന്നവരുണ്ടാവും. അപ്പൊ അവിടെ ആകുമ്പോൾ അങ്ങനത്തെ ആൾക്കാർ ആരും ഇല്ല, അത്രയും ക്ലോസ് ആയിട്ട് മാത്രമേ വർത്താനം പറയാനൊക്കത്തുള്ളൂ. പിന്നെ കാരവൻ ഒന്നും അങ്ങോട്ട് പോകില്ല. അപ്പൊ എല്ലാവരും ഇവിടെ തന്നെയാണ്, ഒരുമിച്ചിരുന്നേ പറ്റും. പക്ഷെ അത് രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര രസമാണ്. കാരണം ഒരു കോളേജ് ട്രിപ്പ് ഒക്കെ പോയ ഫീൽ ആയിരുന്നു. സത്യം, അതാ ഞാനിപ്പോ വിനു പറയുമ്പോ ഞാൻ അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യാറുണ്ട്.
ഫിലിം വെച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ശരിയാ നല്ലൊരു മൂഡായിരുന്നായിരിക്കും. കാരണം അതിൽ ആ ഒരു ഷോട്ട് ഉണ്ട്. ഐ മീൻ ഫസ്റ്റ് ഞങ്ങൾ മൂന്നുപേരും കിടന്നുറങ്ങുന്ന ഒരു ഷോട്ടുണ്ട്. ഞാൻ കട്ടിലേ കിടക്കും, ലാലേട്ടനും സിദ്ദിഖ് ലാലേട്ടൻ രണ്ട് ലാലേട്ടനും എന്നെ താഴെ കിടക്കുമ്പം ചായ കൊണ്ടുവരുന്ന ഷോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ശരിക്കും ആ ഷോട്ട് എടുത്ത് ഞാൻ അവിടെ കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ കട്ടിലേം കിടന്നുറങ്ങി, അവർ രണ്ടും താഴെയും കിടന്നുറങ്ങി. അതിൻ്റെ മുകളിലൊക്കെ ക്യാമറ വെച്ചിട്ടാണ് ഷായിച്ചിട്ട് അതായത് ലാലേട്ടൻ്റെ ഒക്കെ മുകളിൽ ക്യാമറ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് ആ ഷോട്ടൊക്കെ എടുത്തത്. ആരറിയുന്നല്ലേ ഈ സത്യമൊക്കെ. ഓക്കെ, ലാൽ സാറുമായിട്ട് ചെയ്ത ഒരു വെരി ഗുഡ് എക്സ്പീരിയൻസ്. ചട്ടമ്പി നാടിനകത്ത് മമ്മൂക്കായിട്ടാണ് ചെയ്തത്. പക്ഷെ അതിനകത്ത് അമ്മയുണ്ട്, അമ്മാവനുണ്ട്, ഒരു അമ്മാവനും അമ്മയുണ്ട്, അനിയനുണ്ട്, എല്ലാരും കൂടെ ഹോൾ ഫാമിലിയാ ചെയ്തത്. ഭാര്യ മാത്രമില്ല. പുള്ളിക്കാർക്ക് ഇഷ്ടമാണ് അഭിനയിക്കാനൊക്കെ. അവൾ അഭിനയിച്ചിട്ടുണ്ട് കുറെ മൂവി. എൻ്റെ കൂടെ ഈ തിരക്കിനിടയിൽ എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് വലിയ കള്ളനും ചെറിയ നീലാംബരി എന്ന് പറഞ്ഞ മൂവി ഫസ്റ്റ് ചെയ്യുന്ന ഭാമയോളം കൂടെ കുറെ മൂവി ചെയ്തിട്ടുണ്ട് തമിഴും ഒക്കെ ആയിട്ട്. ഇപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം ആലോചിച്ച് അറേഞ്ച് മാരേജ് ആണ്. തീർച്ചയായിട്ടും അറേഞ്ച് മാരേജ് ആണ്. പക്ഷെ അറേഞ്ച് മാരേജ് കഴിഞ്ഞ് ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ലവ് മാരേജ് ആണ്. എന്നല്ലേ? വെരി ഗുഡ്. അപ്പൊ ഈ മമ്മൂക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. മമ്മൂക്കയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. പേടിയെന്നല്ല, മമ്മൂക്കയുടെ സെറ്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇവൻ രാപ്പകലിൻ്റെ ഒക്കെ സെറ്റിൽ മിക്കവാറും ആ പിള്ളേരൊക്കെ അങ്ങനെ മൊത്തം ലീഡ് ചെയ്യുന്നതിൻ്റെ. കാരണം ഞാൻ ഫ്രീ വെക്കേഷൻ ആയിരുന്നു, അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ പോകും. അപ്പോൾ ഈ പിള്ളേർ സെറ്റ് മൊത്തം ഞാനോട്ടാ കമ്പനി. അപ്പോൾ അവസാനം എന്നെ തന്നെ ഏൽപ്പിച്ചു. ഇവർ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കേണ്ട നിൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിക്കുമായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ കുറേ സെറ്റിൽ നമുക്ക് കണ്ടിട്ടുണ്ട്, മമ്മൂക്ക അറിയാം. പക്ഷെ അഭിനയിക്കുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു മമ്മൂക്കയുടെ. എനിക്ക് സിനിമയിലുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഒരിക്കലും ഞാൻ വേറൊരു മേഖലയിൽ പുതുതായിട്ട് തുടങ്ങുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കുട്ടിക്കാലം മുതൽ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും നമ്മൾ മിക്കവാറും കാണുന്ന ഫ്രണ്ട്ലി ഉണ്ട്, പിന്നെ വീട്ടിലെ എല്ലാവരും അറിയാം. അപ്പോൾ ആ ഒരു ഫ്രീഡം എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്നു. ഈവൻ ഫസ്റ്റ് ചെയ്യുമ്പം തന്നെ ആയാലും വേണുവെങ്കിലായാലും ഭരത് ഗോപിയെങ്കിലൊക്കെ ആയാലും ആ അപ്പൂപ്പനുമായിട്ടുള്ള കാര്യം അത് തൊട്ടേ ഇങ്ങനെ ആ കഥകളൊക്കെയാ പറയാ നമ്മളെ കാണുമ്പോൾ. ഇല്ല, എനിക്ക് 1 വയസ്സായപ്പോൾ മരിച്ചു വേണ്ടായിരുന്നു. ലാസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എന്റെയാണ് അവിടെ കൊച്ചുമക്കളുടെ. പറഞ്ഞു കേട്ടിട്ടുള്ള ഓർമ്മകളാണ് ഈ കൂടുതലും. ഈ മമ്മൂക്കയുടെ കൂടെ ഈ സിനിമ ഫസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടെൻഷനായിരുന്നു. ഒന്നാമത് മമ്മൂക്ക ദേഷ്യപ്പെടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് ചൂടാവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷാഫിക്കോട് ആദ്യമേ പറഞ്ഞു, ഇതിൽ സീൻസ് ഇങ്ങനെ എല്ലാം വായിച്ചു കഴിഞ്ഞപ്പം സ്ക്രിപ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വീട്ടിലുള്ള സീക്വൻസൊക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കില്ലല്ലോ, അതൊക്കെ എപ്പോഴും എടുക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ ഷാഫിക്ക് പറഞ്ഞു അതൊക്കെ മിക്കവാറും അവസാനത്തെ ടൈം ആയിരിക്കും. കാരണം ആദ്യം ഔട്ട്ഡോർ കംപ്ലീറ്റ്, മഴ വന്നാൽ അറിയില്ല, അതുകൊണ്ട് ഔട്ട്ഡോർ കംപ്ലീറ്റ് തീർത്തിട്ടേ നമ്മൾ അകത്തേക്ക് വരുള്ളൂ. അപ്പോൾ എനിക്ക് സമാധാനമായി. ഓക്കെ, ആദ്യത്തെ 2-3 ദിവസം ഒന്ന് സിങ്ക് ആവുന്നിടം വരെ ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ മമ്മൂക്കയിട്ട് വഴക്കിടുന്ന സീനുണ്ട്, മറ്റേ മനോജറിനെ പിടിച്ച് തള്ളുന്നതും അങ്ങനത്തെ കുറേ സീക്വൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ ലാസ്റ്റല്ലേ വരുള്ളൂ എന്ന് കോൺഫിഡൻസ്. പക്ഷേ ഷൂട്ടിൻ്റെ അന്ന് എന്നപ്പോഴാണ് പറഞ്ഞത് അത് ആദ്യം വീട് കംപ്ലീറ്റ് വേഗം തീർക്കണം, വേറൊരു ഷൂട്ട് അവിടെ വരുന്നുണ്ട്, അപ്പോൾ കംപ്ലീറ്റ് വീട് തീർത്തിട്ട് നമ്മൾ പുറത്തേക്ക് പോകുള്ളൂ പറഞ്ഞു. അപ്പോഴത്തേക്ക് ടെൻഷനായി. ആ ഷോട്ട് അവന് ആ ഡയലോഗ് ആണെങ്കിൽ അതിനകത്ത് മൊത്തം ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. ഞാനപ്പോൾ എന്ത് പറയും, എനിക്കിത് തെറ്റിക്കാൻ നമുക്ക് ചീത്ത പറയുമോ, എനിക്ക് ആകെ ടെൻഷനായിരുന്നു. പക്ഷെ ആ സമയത്തും ഇതേപോലെ പറഞ്ഞല്ലോ, എനിക്കൊരു ലക്ക് എപ്പോഴും ഞാൻ ഭാഗ്യം വിചാരിക്കുന്ന കാര്യം. അപ്പോഴും നമുക്ക് കുറച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇല്ല നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. നിനക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ടെൻഷൻ ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ റിഹേഴ്സൽ എടുക്കാൻ പറഞ്ഞു. അപ്പം റിഹേഴ്സൽ എടുക്കുമ്പോൾ സാറിന് നമുക്ക് റിഹേഴ്സൽ നമ്മൾ ഡയലോഗ് നോക്കിയിട്ട് നമുക്ക് വന്നാൽ മതി. ഇല്ലില്ല ഞാനും നിൽക്കാം, കുഴപ്പമില്ല, അതും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഫുള്ള് ആ സാധനങ്ങളൊക്കെ ചെയ്യാം, നിനക്ക് എന്താ കുഴപ്പം, ഇതേപോലെ ചെയ്താൽ പോരെ എന്ന ആ ഒരു ഫ്രീനെസ് വരുമ്പം ഓക്കെ നമുക്ക് ആ ഒരു ഭയങ്കര. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് ഈ എന്താ പറയുക വെറുതെ ഇങ്ങനെ രക്ഷപ്പെടില്ല. ഞാൻ ചിലപ്പം ദൂരെ ഇരിക്കുകയായിരിക്കും, നമുക്ക് ഇങ്ങനെ കയറി പോകുമ്പം നമ്മൾ ചിലപ്പോൾ അങ്ങ് ഗേറ്റിന് സൈഡ് അപ്പുറത്ത് എവിടെയെങ്കിലും ഞാൻ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ പോകുന്ന കാണുന്നത്. അപ്പം നമ്മളെ കണ്ടില്ല, മമ്മൂക്ക അകത്ത് വന്നിട്ട് പറയാം, അകത്ത് വന്നിട്ട് പറയാമെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, മമ്മൂക്ക എടുത്ത് പെട്ടെന്ന് ഞാൻ ഹായ് പറയാൻ പോകും, അല്ല ഗുഡ് മോർണിംഗ് മമ്മൂക്ക എന്ന് പറയാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം കേട്ടില്ല. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ നമുക്ക് കേട്ടില്ല, അകത്ത് പോയി. ഞാൻ അകത്ത് ഞാൻ പറയും നേരത്തെ ഞാൻ മമ്മൂക്കെ പറഞ്ഞായിരുന്നു, ഞാൻ കേട്ടില്ലടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി. രണ്ടാമത് ഒരു പ്രാവശ്യം ഇങ്ങനെ മമ്മൂക്ക പോയപ്പോൾ ഞാൻ പറയാൻ വേണ്ട, അകത്തുമായിട്ട് പറയാം, കാരണം കേൾക്കുന്നില്ല, ഉറപ്പായിട്ടും കേൾക്കില്ല, ഓപ്പോസിറ്റ് നടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് പറയാം. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഇപ്പം നമ്മളെ ഒന്നും കണ്ടാൽ മൈൻഡൊന്നും അല്ല. എനിക്കറിയാം എനിക്കിട്ടുള്ള പണിയാണ് ഇങ്ങനത്തെ. അല്ല എന്നാന്നറിയോ, പുള്ളി അങ്ങനെ ഇച്ചിരി ഒരു പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തി. പൊസസീവ് എന്നല്ല, നമ്മളോടൊക്കെ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ കൊച്ചു പിള്ളേരുടെ സ്വഭാവം പോലെയാ അല്ലേ. കാരണം എനിക്ക് ആദ്യം അറിയില്ല, ഞാൻ അന്ന് ഭയങ്കരമായിട്ട് നെർവസ് ആയിപ്പോയി. ദൈവമേ നമുക്ക് എന്താ ഞാൻ പറയാത്ത ദേഷ്യമായി. അപ്പൊ പറഞ്ഞ ഏതൊന്നുമല്ല, അത് കൂടുതൽ ഇഷ്ടം കൂടുന്നുണ്ട്. നമ്മളോട് എപ്പോഴും ഇങ്ങനെ തമ്മിൽ തല്ലുണ്ടാക്കല്ലേ കൂടപ്പുറപ്പുകൾ തമ്മില്. അപ്പം നമ്മളൊന്ന് കരുതിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു വലിയേട്ടനാണ് എത്രയായാലും മമ്മൂക്ക. എപ്പം മമ്മൂക്ക എവിടെ ഉണ്ടല്ലോ ഓടിപ്പോയി മമ്മൂക്കെ പിടിച്ചു നിർത്തിട്ട് മമ്മൂക്ക ഗുഡ് മോർണിംഗ് മമ്മൂക്ക അവിടെ ഉണ്ടെന്ന് പറയും. ഹാപ്പി ആട്ടോ പുള്ളി. ആ ഒരു പുള്ളി അങ്ങനെ ഒന്ന് കരുതണം, കരുതിയ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും പറയാം മമ്മൂക്കയുടെ ദേഷ്യം വെച്ചിരിക്കുന്നത് ഈ
എനിക്ക് തോന്നുന്നു അത്രയും പാവമാണ് മമ്മൂക്ക. ഭയങ്കര സോഫ്റ്റ് ആയി, ചെറിയ കാര്യം മതി വിഷമിക്കാൻ. അപ്പൊ അത്രത്തോളം സോഫ്റ്റ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് ആരും അങ്ങനെ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യം നമ്മൾ കാണിച്ചു കൂട്ടില്ലെന്ന് ആയിരിക്കാൻ തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എക്സ്പ്രസ് ചെയ്യുന്നതാണോ? പക്ഷെ ആ എക്സ്പ്രസ് ചെയ്യുന്ന മതി ബാക്കിയുള്ളവർ പേടിക്കാൻ. ഇത് കണ്ടിട്ട് മമ്മൂക്ക ഇനി എന്നോട് എന്ത് പറയുന്നുള്ളത്. ഇനി വിനുവിന്റെ കാര്യം ചെയ്യണം. വിനു ഈ ഫിലിംസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഒത്തിരി ചൂസ് ചെയ്യാണോ? ഞാൻ ആദ്യം അല്ലായിരുന്നു ചോദിച്ചു. ആദ്യമൊക്കെ വന്ന സമയത്തൊക്കെ എനിക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഓക്കെ അത് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ അത് എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമാണ്. കാരണം നമ്മൾ ചില സമയത്ത് അത് ഭാഗ്യവും കൂടെ ഉണ്ട്. രണ്ട് കാര്യമുണ്ട്, ഒന്ന് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഭാഗ്യമുണ്ട്. നമ്മൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. ആ സ്ക്രിപ്റ്റ് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരുപാട് സിനിമകളുണ്ട്. ഈ സിനിമകൾ ചിലപ്പോൾ വിഷ്വൽ ചെയ്ത് അത് കംപ്ലീറ്റ് ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അയ്യോ ഇത് ആ ഒരു ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ ചിലപ്പം ചില സ്ക്രിപ്റ്റ് കേട്ട് വേണ്ടാന്ന് വെച്ചിട്ട് അത് സിനിമയായി വരുമ്പോൾ അയ്യോ ഇത് ചെയ്യാമായിരുന്നില്ലേ എന്ന് വിചാരിച്ച സിനിമകളും ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം സെലക്ട് ചെയ്യുന്ന ഒന്ന് ലക്ക്, ഒന്ന് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഔട്ട്പുട്ട് വരിക എന്നുള്ളത് അറിയാം. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ആദ്യ സിനിമകളിൽ എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി അതും എല്ലാം കൂടാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് ഇത് വന്ന സമയത്ത് ഓക്കെ പതുക്കെ ചെയ്യാം. ഞാൻ ഒരുപാട് സിനിമ വാരിവൽ ചെയ്യുന്നതിനെക്കാട്ടിലും മനസ്സിൽ നിൽക്കുന്ന, ഇപ്പം എനിക്ക് നീന എന്ന് പറയുന്ന സിനിമയിൽ സണ്ണി ചായൻ എന്ന് പറയുന്ന ഫുൾ ടീം വെള്ളമൊടിച്ച് നടക്കുന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അപ്പിയറൻസ് അതിൽ വേറൊരു രീതിയാണ്. അതിൽ ജോമോന്റെ സൂക്ഷിച്ചുള്ള ക്യാരക്ടേഴ്സ് അതിന്റെ ആ ഒരു ചേഞ്ച് ഓവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവൻ പുലിമുരുകനിലായാലും ഇട്ടിമാണിയിലായാലും ആ സിനിമകളെല്ലാം കുറച്ചൊരു എല്ലാത്തിനും ഒരു വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്തതിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സായ് മാമൻ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നിവേദം കഴിഞ്ഞിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അന്നിങ്ങനെ ഒരു ദിവസം സൈമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാള സിനിമയിൽ ഒരുവിധപ്പെട്ട എല്ലാ നായകന്മാരുടെയും അടി ഞാൻ കൊണ്ടിട്ടുണ്ട്, ഇനി ഇവൻ്റെ എന്നാണാവോ കൊള്ളുക എന്ന് ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അധികം താമസിച്ചില്ല, രണ്ടാമത്തെ പടത്തിൽ തന്നെ ഹെൽമെറ്റ് വെച്ച് തന്നെ നമ്മൾ തീർത്തു. സൈക്കിളിൽ ആ ലാസ്റ്റ് ഷോട്ട് ഉണ്ട്, ഈ ഹെൽമെറ്റ് വെച്ചിട്ട് തലയ്ക്കൊറ്റിടി കൊടുക്കുന്ന ഷോട്ടുണ്ട്, അടിച്ചിട്ട് അഭിനീതിന്റെ ഹെൽമെറ്റ് പോകാൻ പോകും. അപ്പം ജോണിച്ചേട്ടൻ പറഞ്ഞ ഞാൻ ഈ ജോണിച്ചേട്ടനോട് പറഞ്ഞായിരുന്നു ഈ ഒരു കാര്യം, ഈ നേരത്തെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഈ സിനിമയിൽ തന്നെ തീർക്കാം. അല്ല, അഭിനയത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല അഡ്വൈസോ അല്ലെങ്കിൽ ടു മേക്ക് ഇറ്റ് മോർ ബെറ്റർ? ഡബ്ബിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഉള്ള ഈ മോഡുലേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഒരു പൊസിഷനിങ്, നമുക്ക് ചിലപ്പം ഡബ്ബിങ്ങിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഉള്ള പൊസിഷൻ മാറുമ്പോൾ അതിൻ്റെ വേരിയേഷൻസ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്പുകളുണ്ട്. അതുപോലെ നമ്മൾ ചില സീൻസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ മെൻ്റലി പ്രിപ്പയർഡ് ആവണം, അല്ലെങ്കിൽ ഒരു 3-4 ടൈപ്പ് നമ്മളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിനു അത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളണം. കാര്യം എന്താണെന്നറിയോ, ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, എനിക്കിഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് ആസ് എൻ ആക്ട്രസ് അല്ല, ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്തിട്ടുള്ള ഒരു ആക്ടർ എന്ന് പറയുന്നത് നരേന്ദ്രപ്രസാദ് സാറാണ്. നരേന്ദ്രപ്രസാദ് സാർ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ആക്ടിങ്ങിൽ അഡ്മയർ ചെയ്യുന്ന സയ്യിദിനെ എന്ത് പറഞ്ഞു തന്നാലും വിനു അത്രയ്ക്ക് ഉള്ളിലേക്ക് ഉൾക്കൊള്ളണം. തീർച്ചയായിട്ടും ചേച്ചി, കാരണം അത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞു തരുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പം അത് പലപ്പോഴും അത്രയും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും സത്യം. കാരണം പലപ്പോഴും സായ്മാമൻ ബിസി ആയിരിക്കും, തമ്മിൽ കാണുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഈ കാണുന്ന സമയങ്ങളിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. ഇവൻ അപ്പൂപ്പൻ്റെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ രണ്ടാമത് വന്ന സമയത്ത് സായ്മാമനാണ് ഡബ് ചെയ്തിരിക്കുന്നത് അപ്പൂപ്പന് വേണ്ടിയിട്ട്. കാരണം കുറേ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ അപ്പൂപ്പൻ്റെ സൗണ്ട്. ശരിക്കും അതൊക്കെ ഞങ്ങളുടെ കുഞ്ഞുനാളിലാണ് ആ മൈ ഡിയർ കുട്ടിച്ചാത്തനൊക്കെ. ശരിക്കും അദ്ദേഹത്തെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ പിന്നെ സ്ക്രീനിലോ അല്ലെങ്കിൽ ഫോട്ടോ കാണുമ്പോൾ പേടിയാവും, ആ എക്സ്പ്രഷൻസ് ആ വരുന്നതെന്നറിയാവോ. എനിക്ക് ആക്ച്വലി ആ സിനിമ ഒരു വലിയൊരു ഭയങ്കര സന്തോഷം തോന്നിയിരിക്കുകയാണ്. ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് അവിടെ ഒരു ഷോപ്പിൽ ഇങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ ആണെന്ന് തോന്നുന്നത്, അതോ ഇന്ത്യൻസ് അല്ല. അപ്പം അവരിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ മൂവി ആക്ടറാണ് എന്നിങ്ങനെ എൻ്റെ കസിൻ പറഞ്ഞു. ആണോ, ഓക്കെ ഏത് മൂവി? അപ്പോൾ ഇന്ത്യൻ മൂവീസാണെന്ന്. അപ്പോൾ ഇന്ത്യൻ മൂവീസ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണാറുണ്ട്. അപ്പോൾ മലയാളം മൂവീസൊക്കെ, മലയാളം ആക്ടറാണ്. ഓക്കെ, മലയാളം മൂവീസ് അവർ കണ്ടിട്ടില്ല. അവർ പറഞ്ഞു ആ പടം ഒരു 3 മൂവീസേ മലയാളത്തിൽ കണ്ടിട്ടുള്ളൂ. ഒന്ന് ചെമ്മീൻ, പിന്നെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, പിന്നെ വേറെ ഏതൊരു മൂവി. മൈ ഡിയർ കുട്ടിച്ചാത്തൻ കാണാൻ കാര്യം അവർ ഇന്ത്യയിൽ വന്ന സമയത്ത് ഇവിടുത്തെ ഫസ്റ്റ് 3D മൂവി എന്ന് പറഞ്ഞിട്ട് അയാൾ കണ്ടത്. ഞാൻ പറഞ്ഞു ഓക്കെ, ആ 2 സിനിമയിലും എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി പാട് കിട്ടും.
അതെ, ഈ പാലൊന്നും കഴിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞത് ഭാര്യ തരാഞ്ഞിട്ടാണോ വേണ്ടാഞ്ഞിട്ടാണോ? ഞാൻ ആക്ച്വലി ഒരു 2-3 വർഷമായി ഡയറി പ്രോഡക്ട്സ് നോൺ വെജ് നിർത്തിയത്. പക്ഷെ ചുമ്മാ നിർത്തി നോക്കിയതാ, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ എന്നാ ഉണ്ടാക്കും ആലോചിച്ച് നോക്കിയേ. നല്ല ഇതല്ലേ, ഇത് നല്ലതാ, ബെസ്റ്റ് അല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനി കഴിച്ചേച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കി. സംഭവം നല്ലതാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഭക്ഷണം, പ്രത്യേകിച്ച് എനിക്ക്. കാരണം എനിക്ക് ഭക്ഷണപ്രിയനാണ് ഞാൻ. ഇങ്ങനെ ഡയറ്റൊക്കെ ഞാൻ ചെയ്തെന്ന് പറയുമ്പം എല്ലാവരും വിചാരിക്കും ഞാൻ പക്ഷേ ഭക്ഷണം ഏറ്റവും നല്ല ഫുഡിയാണ് ഞാൻ തിരിച്ചു കഴിക്കാത്ത എന്തും കഴിക്കുന്ന ഒരാളായിരുന്നു. ഇത്രയും നല്ല ഫുഡി ആയിട്ടുള്ള ആളാണ് ഇത്രയും കൺട്രോൾ ചെയ്ത്. അത് ക്രെഡിറ്റ് പൊന്നാണ് കേട്ടോ. ഓ, ഈ കുഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു കൺസൾട്ടന്റ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കെ, ഞങ്ങൾ അവിടെ വരാം, അല്ലാതെ ഞങ്ങൾക്കൊന്നും രക്ഷയില്ല. സൈജു ചേട്ടനൊക്കെ എന്റെ സൈജു കുറിപ്പല്ലേ, സൈജു ചേട്ടനൊക്കെ ഒരു വർഷം മിക്കവാറും പറയും. കാരണം ഞങ്ങളുടെ ഒരു ക്ലബ് ഉണ്ട്, സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു തുടങ്ങിയ സംഭവമാണ്. ചാക്കോച്ചനും എല്ലാവരും ഉണ്ടായാലും. അപ്പം സൈജു ചേട്ടൻ എപ്പോഴും പറയായിരുന്നു, എൻ്റെ എന്തെങ്കിലും ബോഡി തടി കുറഞ്ഞിരിക്കുമ്പോഴോ അങ്ങനെ, കാരണം അവരൊക്കെ എപ്പോഴും പറയടാ നീ കുറയ്ക്കുക, നീ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറഞ്ഞിരിക്കുന്ന കണ്ടാൽ പറയും അവള് നിന്റെ ദേഹത്ത് കൈവച്ചെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട് വിനു, ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങളാ പറഞ്ഞു തന്നെ. അമ്മയുടെ വിശേഷം മാത്രം ഇച്ചിരിയെ ചോദിച്ചോളൂ. അമ്മയുടെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞു. അമ്മ സുഖമായിട്ടിരിക്കുന്നു, എറണാകുളത്ത് തന്നെ ഉണ്ട്. അമ്മയുടെ ഭക്ഷണമാണോ പൊന്നുവിന്റെ ഭക്ഷണമാണോ ഇഷ്ടം? പൊന്നു കുക്കിങ്ങിനെക്കാട്ടിലും കൂടുതൽ അങ്ങനല്ല, പൊന്നു കുക്കിങ്ങിന് ചെയ്യുന്നത് വളരെ കുറവാണ്. അവർക്ക് കൂടുതലും ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഇഷ്ടം. എന്ത് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനാണ് ഇഷ്ടം. കുക്ക് ചെയ്യുന്നത് അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. ഇവിടെ അധികം കുക്ക് ചെയ്യാറില്ല. അമ്മയുടെ ഫുഡ് എനിക്ക് രണ്ട് ടേസ്റ്റ്. പിന്നെ അമ്മയുടെ ഒരു കൊല്ലം ഈ ഒരു ഭാഗത്തെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവിടെ പൊന്നിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടുത്തെ കോട്ടയം ടേസ്റ്റാണ്. കോട്ടയം ടേസ്റ്റ് ആണ്. ഈ രണ്ട് ടേസ്റ്റ്. പിന്നെ അമ്മയുടെ എനിക്ക് തീയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വയറുംപുള്ളി അമ്മയുടെ ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനം. എന്നാ ഇന്ന് തന്നെ വിളിച്ച് ചോദിച്ചാൽ ആ റെസിപ്പി മേടിച്ച് നമ്മൾ ഇവിടെ ഉണ്ടാക്കും. കാര്യം നമ്മൾ ഇങ്ങനെയൊന്നും ട്രഡീഷണൽ ആയിട്ട് അറിയാൻ മേലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ? അതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പഠിക്കണം. ഇനി വരുന്ന ജനറേഷൻ അറിഞ്ഞിരിക്കണം ഇങ്ങനെ കറികളുണ്ട്. കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാനും അത് പഠിച്ചോ? ഏതാ പയറുപുളി? ഇല്ല, ഞാൻ അങ്ങനെ ഞാൻ കുക്ക് ചെയ്യുന്ന ഞാൻ കൂടുതലും മറ്റേ ഇതുണ്ടാക്കാറുണ്ട്. ഈ നമ്മുടെ ദോശയോ ഗ്രിൽഡ് ഇല്ലേ, ഗ്രിൽ ചിക്കൻസ് ഉണ്ടാക്കും. അത് അപ്പം കിട്ടുന്ന എന്തൊക്കെ എനിക്ക് കിട്ടും ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യും. ദൈവം സഹിച്ച് ഇതുവരെ അതിന് വലിയ തെറ്റുകൾ വന്നിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ പിടി ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴി കറി ഇല്ല, പിടി അല്ലാതെ പിടിയിൽ ഞാൻ മിക്സ് ചെയ്ത് ഇങ്ങനെയുള്ള കുറച്ച് പരീക്ഷണമൊക്കെ നടത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തൊരു പരീക്ഷണം നടത്തണമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇല്ലില്ല, ഞാൻ പറഞ്ഞ പിടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നോർമലി പരീക്ഷിക്കാൻ പോകുന്ന സാധനമാണോ? അതായത് പിടി ഉണ്ടാക്കുന്ന റെസിപ്പി ഇല്ലേ, ആ പിടി കുഴക്കില്ലേ, അപ്പൊ നമ്മൾ ചിക്കനും കൂടെ അതിൽ സ്ലൈസ് ചെയ്തിട്ട് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം. കീമ ഇട്ടാൽ നന്നായിരിക്കില്ലേ? വെരി ഗുഡ്. അങ്ങനെ ഒരു ചിന്തയുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ മസാലാസ് വേണമെന്ന് ചുമ്മാ കീമ ഇട്ടാ ഇല്ല, അത് നമ്മൾ മഞ്ഞളും ഇതിട്ട് വേവിച്ചിട്ട് കീമയാക്കിയാ പോരാ, അപ്പം രസം ഉണ്ടാവില്ലേ? അങ്ങനെയുണ്ട്. നല്ല ഐഡിയ അല്ലേ? നല്ല ഐഡിയ. അങ്ങനത്തെ ഐഡിയാസ് ആണ്. ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ശരിക്കും പിടി മാത്രം അല്ലെങ്കിൽ നമ്മൾ മറ്റേ കോഴിക്കറിയാണ്. ആ പിടി ഇങ്ങനെ പറഞ്ഞ പിടി കോഴിക്കറിയിൽ ഇട്ടാലും ഭയങ്കര ടേസ്റ്റ്. ഈ കുഴയ്ക്കുമ്പോൾ നമ്മൾ ചിക്കനും കൂടെ കീമ പോലെ ആക്കിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് ചെയ്താൽ അതിന് ആ ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും മോനെ താങ്ക് യു വെരി മച്ച്. ഇച്ചിരി സമയം കിട്ടിയോളൂ. എന്തായാലും പയറും പുളി എന്നുള്ളത് അമ്മയുടെ നിന്ന് ഞാൻ മേടിച്ചോളാം. ഇതേപോലെ നല്ല റെസിപ്പി വരുമ്പോൾ ചേച്ചിയെ വിളിക്കണം. തീർച്ചയായിട്ടും. ഒരു കാര്യം മാത്രമേ ചേച്ചിക്ക് പറയാനുള്ളൂ, വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ. അപ്പൂപ്പനെ പോലെ, അമ്മാവനെ പോലെ, അച്ഛനെ പോലെ, അമ്മയെ പോലെ എല്ലാവരും കാട്ടിലും എന്ന് പറയണം, എപ്പോഴും എല്ലാവരെയും കാട്ടിലും ഉയർന്ന ഒരു ലെവലിലേക്ക് ഭഗവാൻ കൊണ്ടെത്തിക്കാൻ. ഇനി വരണം, അത്രയും ബിസി ആകുമ്പോഴും ഇവിടെ വരണം. തീർച്ചയായിട്ടും. വിത്ത് റെസിപ്പി. അതെ, അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാം. നെക്സ്റ്റ് ടൈം വരുമ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോ ബിനുവിന്റെ റെസിപ്പി നമുക്കിവിടെ കുക്ക് ചെയ്യണം. ഓക്കെ? അപ്പൊ ആ ഉറപ്പോടുകൂടി അടുത്ത എപ്പിസോഡിൽ എന്തായാലും വിനു വരികയില്ല കുക്ക് ചെയ്യാൻ. കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അടുത്ത എപ്പിസോഡിലെ അതിഥി ആരാന്നറിയണ്ടേ? അത് അടുത്ത എപ്പിസോഡിൽ കണ്ടാലേ അറിയുള്ളൂ. പുതിയ രുചിയും പുതിയ വിഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. ടിൽ ദെൻ ഗുഡ് ബൈ.